ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് രാവിലെ ഉറങ്ങിയണീച്ച് എന്റെ റോട്ടുമിലേ നടക്കണം, സോറി പൊരന്റെ ഉള്ളിലേ നടക്കണം, മാറിപ്പോയി. അന്നേരം ഉണ്ട് ഇത്താത്ത ആടെ തുറക്കുന്നു. ഇത്താത്ത എന്നോട് പറഞ്ഞ് നടക്കല്ലടാ അടെല്ലാം തുടച്ചിന്. ഞാൻ നോക്കുമ്പോ നിലത്തെല്ലാം വെള്ളമുണ്ട്. ഞാൻ എന്റെ ആടെയുള്ള സോഫമിലിരുന്ന് അന്നേരം ഉണ്ട് എനക്ക് ആവിയിടുന്ന്. ഞാൻ എന്റെ അടുത്തേക്ക് എടുത്ത് ബായ് പൊത്തി ഔസുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് മനസ്സിൽ പറഞ്ഞ് ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് എനക്ക് രക്ഷ നൽകണേ പഠിച്ചോനേന്ന് ഞാൻ ദ്വാരിക്കാന്ന് ചെയ്തിന്. തുടച്ചത് വേഗം ഉണങ്ങാൻ വേണ്ടി ഇത്താത്ത ഫാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടാ. എനിക്ക് ഉണങ്ങിയാലും ഞാൻ മെല്ലെ സോഫ വന്ന് എണീച്ച് പല്ല് വെച്ച് എന്നിട്ട് ഞാൻ രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാന്ന്. പച്ചവെള്ളാന്ന് കുടിക്കുന്ന കേട്ടാ. ഇത് ഹെൽത്തിന് നല്ലതാണ്. പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം. അന്നേരം ഉമ്മ എന്നോട് പറഞ്ഞ് മോനെ പെയ്യണ്ട ആലെ ചാണോട്ടിട്ടുണ്ടാവും, നീ പോയിട്ട് ആ വൃത്തിയാക്ക്. ഞാൻ എന്റെ അടുത്തേക്ക് പോയേന്ന്. അന്നേരം ഉണ്ട് ആലയിലൊരു കാക്കിയിരിക്കുന്നു. ഞാൻ കാക്കേനോട് വർത്താനം പറയാന്ന് വെച്ച് അടുത്തോട്ട് പോയി. അന്നേരം കാക്ക അന്നേരം കണ്ടൊരു പാറിപ്പോയി. ഈ കാക്കേനെ കാണാൻ എന്നാ രസമല്ലേ. കറുപ്പിന് ഏഴഴകെന്ന് പണ്ടാരോ പറഞ്ഞത് ശരിയാന്നേട്ടാ. എന്റെ ആലയെ പോയിട്ട് ചാണകം കോരി വൃത്തിയാക്കി വന്ന് ചായയും കത്തലും അടക്കി. അന്നേരം ഉമ്മ എന്നോട് പറഞ്ഞു ഇന്ന് ഇബ്രാഹിം മൂത്താപ്പ് വിളിക്കുന്ന, ഇന്ന് മൂത്താപ്പാരെ പണിക്കാര് വന്നിട്ടില്ല പോലും, നീ പോയിട്ട് മൂത്താപ്പാനെ കുറച്ച് സഹായിക്കും. ഞാൻ എന്റെ പാന്റ് കുപ്പായെല്ലാം മാറ്റി മൂത്താപ്പാന്റെ അടുത്തേക്ക് പോയി. മൂത്താപ്പാന്റെ മോക്ക് പോരെടുക്കുന്ന ആടെ ഒരു വെള്ളം പോകുന്ന ചാലുണ്ട്. ആടെ പെയ്പ്പിടാൻ വേണ്ടിട്ടാണ് മൂത്താപ്പ വന്നിന്. ഇത് ഞാനും ഞമ്മളെ നാട്ടിലെ അച്ചുവട്ടനും മൂത്താപ്പയെല്ലാം കൂടിയിട്ട് ആടെ പെയ്പ്പിടലാന്ന്. അങ്ങനെ ഉച്ചവരെ ഞാൻ മൂത്താപ്പാനെ സഹായിച്ച്. പിന്നെ അവർക്ക് രണ്ടാക്കും കൊടുക്കേണ്ട പണിയേ ഉള്ളു പോലും. എന്നിട്ട് ഞാൻ വന്ന് കുളിച്ച് മാറ്റി പള്ളിയിലേക്ക് ലൂറിസ്കരിക്കാൻ പോയി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടാ.